ഒരു നിശ്ചിത ഉയരത്തിൽ ഒരു നിശ്ചിത മാസുള്ള ബോളിനെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുള്ളതായി വിചാരിക്കുക. എന്നാൽ ഈ ബോളിനെ ഈ ഹൈറ്റിൽ നിന്ന് റിലീസ് ചെയ്യുകയാണെങ്കിൽ ആ ബോൾ താഴേക്ക് വീഴുകയും ഇങ്ങനെ താഴേക്ക് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ വെലോസിറ്റി കൂടി വരികയും ചെയ്യുന്നു. അതായത് ബോളിന് ഒരു കൈനറ്റിക് എനർജി ലഭിക്കുന്നു. ഈ പോയിന്റിൽ ബോളിന് ലഭിച്ച കൈനറ്റിക് എനർജി 55 ജൂൾ ആണെങ്കിൽ എനർജിയെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ നമുക്ക് കഴിയാത്തതിനാൽ പിന്നെ എങ്ങനെയാണ് ബോളിന് ഈ എനർജി ലഭിച്ചത്? അതായത് ഈ 55 ജൂൾ എന്ന് പറയുന്നത് ബോളിൽ ആൾറെഡി സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള എനർജിയാണ്. ഈ എനർജിയെയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്നത്. കൺസർവേറ്റീവ് ഫോഴ്സ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരെ ബോളിനെ ഉയർത്താനായി ഒരു വർക്ക് നമ്മൾ ചെയ്തതിനാലാണ് ബോളിന് ഈ പൊട്ടൻഷ്യൽ എനർജി ലഭിക്കുന്നത്. ഈ പോയിന്റിലുള്ള 5 കിലോഗ്രാം ബോളിന് ഇത്രയും പൊട്ടൻഷ്യൽ എനർജി ഉണ്ടെങ്കിൽ അതേ പോയിന്റിൽ പിടിക്കുന്ന 1 കിലോഗ്രാം ബോളിന്റെ പൊട്ടൻഷ്യൽ എനർജി കുറവായിരിക്കും. കാരണം പുതിയ ബോളിന്റെ മാസ് ആദ്യത്തെ ബോളിന്റെ മാസിന്റെ 1/5 മാത്രമേ വരുന്നുള്ളൂ. 55ന്റെ 1/5 എന്ന് പറയുന്നത് 11 ജൂൾ ആയതിനാൽ 1 കിലോഗ്രാം മാസിന്റെ പൊട്ടൻഷ്യൽ എനർജി 11 ജൂൾ ആയിരിക്കും. അതായത് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി 11 ജൂൾ പെർ കിലോഗ്രാം ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത്തരത്തിൽ പൊട്ടൻഷ്യൽ എനർജി പെർ കിലോഗ്രാമിനെയാണ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഇതിനെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നു. ഇതിന് സമാനമായി നമ്മൾ 20 കൂളം ചാർജുള്ള ഒരു ബോളിനെ ഇങ്ങനെ ഹ്യൂജ് നെഗറ്റീവ് ചാർജിന് മുകളിലായി പിടിക്കുകയും ശേഷം അതിനെ ചലിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നതിലൂടെ അത് താഴേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ ബോളിന് കൈനറ്റിക് എനർജി ലഭിക്കുന്നു. ഈ കൈനറ്റിക് എനർജിയുടെ വാല്യൂ 100 ജൂൾ ആണെങ്കിൽ ബോളിന് ഈ എനർജി ലഭിച്ചത് അതിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരുന്ന പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്നാണ്. മുമ്പ് പറഞ്ഞ പോലെ ഇവിടെയും നമുക്ക് പറയാൻ സാധിക്കും. ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 100 ഡിവൈഡഡ് ബൈ 20 അതായത് 5 ജൂൾ പെർ കൂളോം ആണ് എന്ന്. ഇതിനെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നു. ഒരു കൂളോം ചാർജിന് ലഭിക്കുന്ന പൊട്ടൻഷ്യൽ എനർജിയെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ജൂൾ പെർ കൂളോം എന്ന യൂണിറ്റിനെ വോൾട്ട് എന്ന് വിളിക്കുന്നു.